وسلم على رسولك وحبيبك سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم وعلى ملائكتك الكرام أجمعين وعلى أهل طاعتك كلهم أجمعين وارحمنا معهم برحمتك يا أرحم الراحمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم الأمين ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ സയ്യിദ് അവറുകൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സുന്നി കോർഡിനേഷനു കീഴിൽ സംഘടിപ്പിക്കപ്പെട്ട ആദർശ മുഖാമുഖത്തിലാണ് നാം ഒത്തുചേർന്നത്. അല്ലാഹു ഒരു സ്വാലിഹായ സൽക്കർമ്മമായി ഇതിനെ സ്വീകരിക്കട്ടെ. 1400 വർഷത്തിലോളം പഴക്കമുണ്ട് കേരളത്തിലെ ഇസ്ലാം പാരമ്പര്യത്തിന്. ഒരു കാലഘട്ടത്തിൽ അധാർമിക ചിന്തകളും പ്രവർത്തനങ്ങളും നിറഞ്ഞു നിന്നിരുന്ന ഒരു സമൂഹത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിനു ശേഷം നീണ്ട കാലം പ്രബോധന ദൗത്യവുമായി മുർസലീങ്ങളെ പറഞ്ഞേക്കാതിരുന്ന ഒരു ഘട്ടത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുവരുന്നത്. പണ്ഡിതന്മാർ ഈസാ നബിയുടെ കാലശേഷം ആ നീണ്ട കാലത്തെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും പ്രബോധന ദൗത്യവുമായി എക്കാലയളവിൽ ആരും കടന്നു വരാത്ത ഒരു കാലം, നീണ്ട കാലമുണ്ടായി. പിന്നീട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുമ്പോ പിന്നീട് ഒരു കാലത്തും ഖിയാമത്ത് നാൾ വരെ ഈ മഹത്തായ ആശയവും ആദർശവും പുതിയ ഒരു പ്രവാചകനിൽ നിന്ന് കേൾക്കേണ്ടതില്ലാത്ത വിധം വളരെ വ്യവസ്ഥാപിതമായി ഖിയാമത്ത് നാൾ വരെ ഉണ്ടായേക്കാവുന്ന, ടെക്നോളജി എത്ര വളർന്നാലും മനുഷ്യൻ ദൈക്ഷണികമായി എത്ര ഉയർന്നു ചിന്തിച്ചാലും സാംസ്കാരികമായി എത്ര ഉത്തുംഗതയിലേക്ക് പോയാലും ശാസ്ത്രത്തിന്റെ വളർച്ച എത്ര ഗ്രഹങ്ങളിലേക്ക് വ്യാപിച്ചാലും ഇനിയൊരു പ്രബോധനത്തിന് ആവശ്യമില്ലാത്ത വിധം സമ്പൂർണമായ നിലയ്ക്ക് പരിശുദ്ധ ഇസ്ലാം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. ആകയാൽ ലോകത്തെ ഏത് വിഷയങ്ങൾക്കും
പരിശുദ്ധ ഇസ്ലാമിൽ വളരെ വ്യവസ്ഥാപിതമായ പരിഹാരങ്ങളുണ്ട് എന്നു മാത്രമല്ല, ഏത് വിഷയങ്ങൾക്കും പരിശുദ്ധ ഇസ്ലാമിന് മാത്രമേ പരിഹാരം കാണാൻ കഴിയൂ എന്നിടത്തേക്ക് ഇസ്ലാമിന്റെ വ്യാപ്തി ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅ അഥവാ ദീനുൽ ഇസ്ലാം മാത്രമേ ലോകത്ത് അത്തരത്തിൽ എല്ലാ വിഷയങ്ങൾക്കും വ്യവസ്ഥാപിതമായി മറുപടി പറയാനും പരിഹാരം കാണാനും അഹ്ലുസുന്നത്തി വൽ ജമാഅക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നതാണ് നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്നടക്കം നിങ്ങൾ വീക്ഷിച്ചു. ലോകത്താകമാനം ഇസ്ലാമിക രാജ്യങ്ങളിൽ വരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെല്ലാം ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമായി ആഗോളതലത്തിൽ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅ ശ്രദ്ധിക്കപ്പെടുകയാണ്. കാരണം ഇനിയൊരു പ്രബോധനം ആവശ്യമില്ലാത്ത വിധം ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ വിഷയങ്ങൾക്കും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മതപരമായ ആശയങ്ങൾ വ്യക്തമായി എത്തിച്ചു തരുന്നതിൽ നാം വിശ്വസിക്കുന്നത് നാം മുതൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എത്തിപ്പെടുന്ന നമ്മുടെ ഗുരുവര്യരുടെ പരമ്പരകളെയാണ്. കാരണം നമ്മുടെ നേതാക്കളായ നമ്മുടെ മുൻഗാമികളുടെ പരമ്പരകൾ അംഗീകരിക്കുകയും അവർ കാണിച്ചു തന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യാതെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച തരത്തിൽ പരിശുദ്ധ ഇസ്ലാം നമുക്ക് മനസ്സിലാക്കാനോ വരും തലമുറക്ക് കൈമാറിക്കൊടുക്കാനോ കഴിയുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം എന്ന് പറയുന്ന നമ്മുടെ ഈ മഹത്തായ ആശയം എന്തുകൊണ്ടും മുൻഗാമികളെ ആശ്രയിച്ച് മാത്രമാണ് നിലനിൽക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആ ദൗത്യം ഏറ്റെടുക്കുന്നവരെ പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുമ്പോൾ എല്ലാവരെയും അമ്പിയാക്കളെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിവുള്ള പണ്ഡിതന്മാർ എന്നുകൂടി അവിടെ പ്രത്യേകം പറഞ്ഞത്, ഉലുൽ അംർ എന്ന് പറഞ്ഞത് നമുക്ക് ഇസ്ലാമിന്റെ പ്രമാണമായി കാണാൻ കഴിയും. അപ്പൊ മഹാരഥന്മാരായ നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന ആദർശം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ കേരളത്തിൽ ഇസ്ലാം മതം പ്രചാരത്തിലായിട്ടുണ്ട്. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ആണ് കേരളത്തിൽ പരിശുദ്ധ ഇസ്ലാം മതം എത്തിച്ചതെന്ന് നമുക്കറിയാം. ആ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പ്രചാരത്തിൽ ഇസ്ലാം മതത്തെ കൊണ്ടുവരികയും അതിനെ വ്യാപിപ്പിക്കുകയും ആ സമയത്താണ് അവർക്ക് നിസ്കരിക്കാൻ ആവശ്യമായ പള്ളി കൊടുങ്ങല്ലൂരിൽ അവർ നിർമ്മാണം നടത്തുന്നത്. ആ കൊടുങ്ങല്ലൂരിലെ പള്ളിയുടെ മുകളിൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാം, അവിടെ മുദ്രണം ചെയ്തു വെച്ച ഹിജ്റ 5 എന്ന് ഇപ്പോഴും അവിടെ എഴുതി വെച്ചത് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഫാത്താകുന്നതിന്റെയും കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ പരിശുദ്ധ ഇസ്ലാം വളരെ വ്യവസ്ഥാപിതമായി പ്രചരിക്കപ്പെടുകയും
പള്ളി നിർമ്മാണം വരെ നടക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ആ ചരിത്രങ്ങൾ വിളിച്ചോതുന്നു. ആ സ്വഹാബത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ വിവിധ ദിക്കുകളിൽ 10 പള്ളികൾ അവർ നിർമ്മിച്ചു. ഇതെല്ലാം പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം എങ്ങനെയായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ശരിയായ നിലക്ക് കേൾക്കുകയും പഠിക്കുകയും ചെയ്ത സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും നിർമ്മിക്കുകയും ആ പള്ളികളിൽ എങ്ങനെയെല്ലാം കാര്യങ്ങൾ ഇബാദത്തുകൾ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കുകയും ആ 10 പള്ളികൾ ഇപ്പോഴും കേരളത്തിൽ ജനങ്ങൾ പ്രത്യേകം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വഹാബത്ത് ശിലപാകിയ പള്ളികൾ എന്ന നിലക്ക് ആദരിക്കുകയും ചെയ്യുന്ന ആ മഹത്തായ പള്ളികൾ, ഇതെല്ലാം കേരളത്തിലെ ഇസ്ലാമിന്റെ പാരമ്പര്യങ്ങൾ വിളിച്ചോതുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത് കേവലം ഒരു സുപ്രഭാതത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളിൽ നവീനവാദികൾ വരുത്തിവെക്കുന്ന എന്തെങ്കിലും ആശയം കാണുമ്പോഴേക്ക് 1400 കൊല്ലക്കാലം നമ്മൾ ആചരിച്ചു പോന്ന, നമ്മൾ വിശ്വസിക്കുകയും നമ്മുടെ മുൻഗാമികൾ കൈയാളുകയും ചെയ്ത മഹത്തായ ആദർശത്തെ സംശയിക്കുകയും ചെയ്യുന്നവരായി നമ്മളാരും മതപ്പതിച്ചു പോകരുതെന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ചിലർക്കെങ്കിലും മതപരമായ അറിവ് വളരെ കുറഞ്ഞതുകൊണ്ടോ മതപരമായി കാര്യങ്ങൾ പഠിക്കുന്നതിൽ വീഴ്ച വരുത്തിയത് കൊണ്ടോ പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളെ ഏതെങ്കിലും കോണുകളിൽ സോഷ്യൽ മീഡിയകളിൽ ഒരു തെറ്റായ പ്രചരണം കാണുമ്പോഴേക്ക്, അല്ല ഇത് കഴിഞ്ഞുപോയ കാലം 1400 കൊല്ലം കാലം അഇമ്മത്ത് മുജ്തഹിദുകളടക്കം നമ്മുടെ മുൻഗാമികൾ അവർ കണ്ടതിനെ കണ്ണ് തിരിച്ചറിയുന്നതിൽ നിന്ന് ആധുനിക സമയത്ത് നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നേരത്തെ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി, നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യനും രണ്ടഭിപ്രായം പറയാത്ത ഷെയ്ഖ് മശായിഖിന കക്കിടിപ്പുറം ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറായി. കക്കിടിപ്പുറം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഒരു എളിയ ആ നാട്ടുകാർ എന്ന നിലക്ക് നമുക്ക് എല്ലാവർക്കും സന്തോഷകരമായി പറഞ്ഞുകൂടെ? കക്കിടിപ്പുറം ഉസ്താദിന്റെ ജീവിതം വളരെയധികം നന്നായി കാണുകയും അത് നേരിട്ട് പഠിക്കുകയും ചെയ്ത ആയിരക്കണക്കിന് ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ട് പോലും ആത്മീയമായി അല്ലാഹ് അല്ലാഹ് എന്ന ചിന്തയിൽ വളരെ ഉയർന്നു ചിന്തിക്കുകയും ഏത് സമയത്ത് പോയാലും അൽഹംദുലില്ലാഹ് 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 എന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തിരുന്ന മഹാനായ കക്കിടിപ്പുറം ഉസ്താദ്, ആ കക്കിടിപ്പുറം ഉസ്താദ് അവர்கள் കാണിച്ചു തന്ന ഒരു വലിയ ആശയം നമ്മുടെ കൈകളിലുണ്ട്. കക്കിടിപ്പുറം ഉസ്താദിന്റെ ജീവിത ശൈലിയെ വിമർശിക്കാൻ ഇസ്ലാമിന്റെ വിരോധികളായി കടന്നു വന്ന നവീനവാദികൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നതാണ്. നിങ്ങൾക്കറിയില്ലേ, ഈ മൊയ്തു മൗലവി സാഹിബ് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളിൽ അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് ഉസ്താദുമാരെ കണ്ടിട്ടുണ്ട്, പലരിൽ നിന്നും ഞാൻ അറിവ് പഠിച്ചിട്ടുണ്ട്, പക്ഷേ കക്കിടിപ്പുറം ഉസ്താദിനെ പോലെ സൂക്ഷ്മത പുലർത്തുകയും പറയുന്നത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഒരു പണ്ഡിതനെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായി പരിചയപ്പെടുത്തുന്ന ഈ മൊയ്തു മൗലവി സാഹിബ് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളിൽ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ആരാലും വിമർശിക്കാൻ കഴിയാത്ത, ആരാലും വിമർശിക്കപ്പെടാത്ത മഹാനായ കക്കിടിപ്പുറം ഉസ്താദ് ജീവിച്ച ഒരു മാതൃകയുണ്ട് ഇവിടെ. കക്കിടിപ്പുറം ഉസ്താദിന്റെ ആഴത്തിലുള്ള അറിവുകളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം. ആ മഹാനവറുകൾ ജീവിച്ച ആ വഴിധാരയിൽ നിന്ന് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ വഴിമാറി ചിന്തിക്കേണ്ട ഒരു സാഹചര്യവും നമ്മുടെ ജീവിതത്തിലും ഒരിക്കലും ഉണ്ടായി പോകരുത്. ഞാനിപ്പോൾ വിശദമായി പറയുന്നില്ല. ആദർശത്തിലെ തെറ്റിദ്ധാരണകൾ സംഭവിച്ചവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ്
വളരെ വ്യവസ്ഥാപിതമായ വിഷയാവതരണവും സംശയ നിവാരണ വേദിയും ഒക്കെ വരാനിരിക്കുന്നത് കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിലും ആശയത്തിലും ഉറച്ചു നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ആശയങ്ങൾ 100% കറകളഞ്ഞ നമ്മുടെ ആശയങ്ങൾ, ആ ആശയങ്ങളെ ഏതെങ്കിലും കോണിൽ നിന്നൊരാൾ തെറ്റിദ്ധരിക്കുമ്പോൾ സ്വഹീഹുൽ ബുഖാരിയിൽ അങ്ങനെയുണ്ട്, സ്വഹീഹ് മുസ്ലിമിൽ ഇങ്ങനെയുണ്ട്, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇമാം റാസിയുടെ തഫ്സീറിൽ ഇങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അറിവ് കുറഞ്ഞ, അറിവില്ലാത്ത ഞാനും നിങ്ങളും ചിന്തിക്കണം, പടച്ചറബ്ബേ, ഈ ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ ഈ ആശയം, ഇമാം റാസി തങ്ങളുടെ തഫ്സീർ, ഇത് കണ്ട് അത് കാണാതെ പഠിച്ച മഹാന്മാരാണ്. മഹാനായ കുഞ്ഞിപ്പ മുസ്ലിയാരും മൊയ്തുണ്ണി മുസ്ലിയാരും കക്കിടിപ്പുറം ഉസ്താദും അതുപോലെ നമ്മുടെ പരിസരത്ത് അന്തിയുറങ്ങുന്ന മഹാന്മാർ, അവരെല്ലാവരും കണ്ട തഫ്സീറുകളാണ്. അതിന്റെ പിൽക്കാലത്ത് വന്ന ഈ പറയപ്പെടുന്ന കക്ഷികൾ പാരായണം ചെയ്യുന്നതും വിളിച്ചു പറയുന്നതും. അതുകൊണ്ട് കക്കിടിപ്പുറം ഉസ്താദ് പറഞ്ഞ ആശയത്തിൽ നിന്ന്, മൊയ്തുണ്ണി മുസ്ലിയാർ പറഞ്ഞ ആശയത്തിൽ നിന്ന്, കുഞ്ഞിപ്പ മുസ്ലിയാർ പറഞ്ഞ ആശയത്തിന്റെ അപ്പുറത്ത് ഒരാള് പറയുന്നുണ്ടെങ്കിൽ സുന്നത്ത് ജമാഅത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ആ ധാരയിൽ നിന്ന് അവനെന്തോ പന്തികേട് സംഭവിച്ചിട്ടുണ്ട്, അവനെന്തോ കരസ്ഥമാക്കിയിട്ടുണ്ട്. നാം നമ്മുടെ മുൻഗാമികളെ മുഴുവനും തള്ളിപ്പറഞ്ഞുകൊണ്ട്, നമ്മുടെ നേതാക്കളെയും നമ്മുടെ മശായിഖുമാരെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് പുതിയ ഒരു വഴി സ്വീകരിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ഒരു 100 വട്ടം ആലോചിക്കേണ്ടതുണ്ട്. എന്താണ് നമുക്ക് ആലോചിക്കാനുള്ളത്? ഞാൻ തെങ്ങിലെ ജുമുഅത്ത് പള്ളിയിൽ, അല്ലെങ്കിൽ നന്നമുക്കിലെ ജുമുഅത്ത് പള്ളിയിൽ, കക്കിടിപ്പുറത്തെ ജുമുഅത്ത് പള്ളിയിൽ, കാളാച്ചാലിലും പെരുമുക്കിലുമുള്ള ജുമുഅത്ത് പള്ളിയിൽ എന്റെ പൊന്നുപ്പാനെ കൊണ്ടുപോയി മറവ് ചെയ്തിട്ടുണ്ട്, എന്റെ പൊന്നുമ്മാനെ കൊണ്ടുപോയി മറവ് ചെയ്തിട്ടുണ്ട്, എന്റെ ഉപ്പാപ്പയെയും എന്റെ ഉമ്മാമയെയും ഞാൻ കൊണ്ടുപോയി മറവ് ചെയ്തിട്ടുണ്ട്. ആ ഉപ്പയും ഉമ്മയും എന്റെ വല്ലിപ്പയും എന്റെ വല്യമ്മയും ഒക്കെ ശിർക്ക് ചെയ്ത മുശ്രിക്കുകളായിരുന്നു എന്നാണ് ഇത്തരക്കാര് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ബാപ്പയെ മുശ്രിക്കാക്കി, എന്റെ ഉമ്മയെ മുശ്രിക്കാക്കി, എന്റെ കുടുംബത്തെയും എന്റെ നാട്ടുകാരെയും കക്കിടിപ്പുറം ഉസ്താദിനെ വരെ മുശ്രിക്കാക്കുന്ന ഈ ഏർപ്പാടിലേക്കല്ല ഞാൻ പോകേണ്ടത്. മറിച്ച് എനിക്കറിയാത്ത സത്യസന്ധമായ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു മനസ്സിലാക്കാൻ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ ശരിയായ വിധം പഠിച്ച, അഖീദ ശരിയായ വിധമുള്ള ആലിമീങ്ങളെയാണ് ഞാൻ ഈ വിഷയങ്ങൾക്ക് സമീപിക്കേണ്ടത് എന്ന ഒരു ചെറിയ ചിന്തയെങ്കിലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്കുണ്ടാവണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കക്കിടിപ്പുറം ജുമുഅത്ത് പള്ളിയിലും കക്കിടിപ്പുറത്തെ ശൈഖുനായുടെ പള്ളിയിലും ഇപ്പോഴും ഖുതുബിയത്ത് നടക്കുന്നുണ്ട്. ഗൗസുൽ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ വിളിച്ചുകൊണ്ടുള്ള ഖുതുബിയത്ത് നടക്കുന്നുണ്ട്. ആരാണ് ഈ 2 പള്ളികളിൽ ഈ ഖുതുബിയത്ത് സ്ഥാപിച്ചത്? മഹാനായ കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ സ്ഥാപിച്ചതാണ്. ആ മഹാനവറുകൾക്ക് തിരിയാത്ത ഒരു പുതിയ ആശയം ലോകത്ത് ആർക്കെങ്കിലും തിരിഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവർ വഴിതിരിഞ്ഞു പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ദീർഘിച്ചു പറയുന്നില്ല. പൊന്നാനിയിലേക്ക് പന്താവൂർ വരെ നടന്ന്, ചിലപ്പോൾ കാളാച്ചാലും എടപ്പാളും വരെ നടന്ന് പൊന്നാനിയിലേക്ക് ജുമാക്ക് പോവുകയും, പൊന്നാനി ജുമാക്ക് പോയാൽ മഹാനായ മഖ്ദൂം തങ്ങളുടെ ചാരത്ത് നിന്ന് നീണ്ട സമയം ഖുർആൻ ഓതി മഖ്ദൂം തങ്ങളുടെ അടുത്ത് വെച്ച് ദുആ ചെയ്തിട്ടാണ് മഹാനായ കക്കിടിപ്പുറം ഉസ്താദ് തിരിച്ചു പോരുന്നത്. എന്താണ് മഖ്ദൂം തങ്ങളുടെ ആ മഹത്തായ മഖ്ബറക്ക് മുന്നിൽ കക്കിടിപ്പുറം ഉസ്താദിന് ഇത്ര കൂടുതൽ പറയാനുണ്ടായിരുന്നത്? നാം അത് മനസ്സിലാക്കണം, നാം അത് പഠിക്കണം. നമ്മുടെ ആശയങ്ങൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ ശരിയായ വിധം, നമ്മുടെ അഖീദ, നമ്മുടെ മശായിഖന്മാരിൽ നിന്ന് നമ്മൾ പഠിച്ച അഖീദ, ആ അഖീദയിൽ അധിഷ്ഠിതമായ ജീവിതം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്കുണ്ടാകണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മഹാരഥന്മാരായ നേതാക്കൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഞാനിപ്പോൾ വിശദമായി പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇസ്ലാമിന്റെ ആശയങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ തെറ്റിദ്ധരിച്ചു പോയ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഏത് സംഘടനയിൽപ്പെട്ടാലും അവരോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് നിങ്ങളെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രസ്ഥാനങ്ങളെ താറടിക്കാനുള്ള ഒരു പരിപാടിയല്ല. മറിച്ച്
ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഫൈസൽ ഹസനി നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് വിഷയാവതരണം നടക്കുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നിർബന്ധമായി ഇതിനെ തെറ്റിദ്ധരിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾ തെറ്റിദ്ധരിച്ച എല്ലാവരെയും ഞങ്ങൾ വളരെ വിനയപൂർവം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഇവിടെ ഇരിപ്പിടമുണ്ട്. ഇവിടെ വന്നിരുന്ന് വളരെ സ്വസ്ഥമായി നിങ്ങൾക്കുള്ള സംശയങ്ങൾ നല്ല ബുദ്ധിയ നിങ്ങൾക്ക് ദൂരീകരിക്കാൻ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ സഹിതം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾ കടന്നു വരണം. നാളെ ഈ പരിപാടി കഴിച്ചതിന്റെ ശേഷം നിങ്ങളൊരു പുതിയ വിശദീകരണം വെക്കുമ്പോ പിന്നെ അതിന്റെ പിന്നിൽ ജനങ്ങൾ പിന്നെയും സംശയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സംശയങ്ങൾ ഇല്ലാതെയാകാൻ നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ വളരെ വ്യക്തമായി പ്രമാണബദ്ധമായി തിരുത്തി തരാനാണ് വലിയ ആലിമീങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇരുന്ന് വളരെ സ്വസ്ഥമായി മൈക്ക് നിങ്ങളെ കയ്യിൽ തന്ന് ഇവിടെയുള്ള പണ്ഡിതന്മാരോട് നിങ്ങളെ സംശയ ദൂരീകരണത്തിനുള്ള അവസരം ഞങ്ങൾ ഇവിടെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നാളെ ഞങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിലും പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ കടന്നു വരണം എന്ന് ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് വിഷയ അവതരണം നടക്കാൻ പോകുന്നു. ധാരാളം പണ്ഡിതന്മാർ നമ്മുടെ വേദിയിലുണ്ട്. എല്ലാവരെയും ഈ മഹത്തായ സംഗമത്തിലേക്ക് സംഘാടക സമിതിക്ക് വേണ്ടി ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. സഹൃദയരെ, നമ്മുടെ സദസ്സ് നിറഞ്ഞിട്ടുണ്ട്. ഇവിടെ കസേര